بسم الله الرحمن الرحيم. لقد صدق الله رسوله الرؤيا بالحق لتدخلن المسجد الحرام إن شاء الله آمنين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1797 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫത്ഹിലെ 27-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് സദഖല്ലാഹു റസൂലഹു الرؤيا بالحق لتدخلن المسجد الحرام إن شاء الله آمنين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا صدق الله العلي العظيم. സൂറത്തുൽ ഫത്ഹിലെ 27-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ബൈഅത്ത് റിദ്വാനും ഹുദൈബിയ സന്ധിയും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികളുടെ മനസ്സിൽ അവരെ ഏറെ അസ്വസ്ഥപ്പെടുത്തിയിരുന്ന ചില വിഷയങ്ങൾ, ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്കുള്ള അവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വിശദീകരണമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഹിജ്റ 6-ാം വർഷം ദുൽഖഅദ മാസത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ ഒരു സ്വപ്ന ദർശനത്തെ തുടർന്നാണ് മക്കയിലേക്ക് ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകനും 1400 അനുയായികളും പുറപ്പെടുന്നത്. മക്കയിൽ ഉംറ നിർവഹിച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്നതും സഅയ് ചെയ്യുന്നതും ഒക്കെയായ ഒരു ദൃശ്യമാണ് സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായത്. എന്നാൽ ഇപ്പോ ആ യാത്ര മുടങ്ങിപ്പോവുകയും ഹുദൈബിയയിൽ വെച്ച് അത് യാത്ര അവസാനിപ്പിക്കുകയും ഇഹ്റാമിൽ നിന്ന് വിരമിക്കുകയൊക്കെ ചെയ്ത് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നിരിക്കുകയാണല്ലോ. അപ്പോ ഇതെങ്ങനെ സംഭവിച്ചു? സ്വപ്നത്തില് കണ്ടത് ആ ദൃശ്യം ഉംറ ചെയ്യുന്നത്, തവാഫ് ചെയ്യുന്നതും സഅയ് ചെയ്യുന്നതും ഒക്കെയായിട്ട് അത് പൂർത്തീകരിക്കുന്നതായിട്ടാണല്ലോ സ്വപ്നം കണ്ടത്. അപ്പോ ആ സ്വപ്നം അസ്വീകാര്യമായ ഒന്നായിരുന്നോ, അതല്ല ആ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങള് അവാസ്തവമായിരുന്നു എന്നൊക്കെയുള്ള വിധത്തിൽ ഒരു ആശയക്കുഴപ്പം മുസ്ലിങ്ങൾക്കിടയിൽ ഉടലെടുക്കുകയാണ്. പ്രവാചകന്മാർക്കുണ്ടാവുന്ന സ്വപ്ന ദർശനം അവർക്കുള്ള വഹിയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹം സ്വപ്ന ദർശനത്തിലൂടെ ഇങ്ങനെ ഒരു വെളിപാട് സന്ദേശം നൽകപ്പെട്ടിട്ട് അത് യാഥാർത്ഥ്യമാവാതെ പോയതെങ്ങനെ എന്ന
ഒരു ചോദ്യം അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പലരും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെയും അതുപോലെ അവർക്കിടയിൽ പരസ്പരവും ഒക്കെ ആ ഒരു വിഷയം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഈ മടക്കയാത്രയിൽ അള്ളാഹു അവതരിപ്പിച്ച സൂറത്തുൽ ഫത്ഹിന്റെ ഭാഗമായി അക്കാര്യം അള്ളാഹു വിശദമാക്കുന്നത്. ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയ ബിൽ ഹഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം തുടങ്ങുന്നത്. ജാഹിലിയ ദുരഭിമാന ബോധത്തിന്റെ ആളുകളായി മക്കയിലെ ഖുറൈശികളും കുഫാറുകളും മുശ്രിക്കുകളും ഒക്കെ തന്നെ അവരുടെ ആ ദുരഭിമാന ബോധത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദൂതനെയും സംഘത്തെയും മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി വരാൻ അനുവദിക്കാതെ ഇരിക്കുകയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അള്ളാഹു അതൊരു സംഘർഷാവസ്ഥയായി പരിണമിക്കാതെ, അതൊരു യുദ്ധ സാഹചര്യമായി രൂപപ്പെട്ടു വരാതെ അതിനെ നിയന്ത്രിച്ച് നിർത്തുകയായിരുന്നു. സമാധാനാന്തരീക്ഷം നിലനിർത്തുകയായിരുന്നു. അതുപോലെ സത്യവിശ്വാസികളുടെ മനസ്സിൽ പ്രകോപനങ്ങൾ പ്രവർത്തിക്കാതെ ശാന്തി സമാധാനം അനുഭവിക്കുന്നവരായി നിലകൊള്ളുന്ന വിധത്തിൽ അവരെ അള്ളാഹു സമാധാനപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഉടനെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് നമ്മൾ കാണുകയുണ്ടായത്. മക്കയിൽ പ്രതികൂല സാഹചര്യത്തില് വിശ്വാസം മറച്ചു പിടിച്ചുകൊണ്ടും അല്ലാതെയും ഒക്കെ കഴിഞ്ഞിരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമായി വളരെ പേരുണ്ടായിരുന്നു. അവര് ചവിട്ടി മെതിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ അവര് പൂർണ്ണമായും മാറ്റി നിർത്തപ്പെട്ട സുരക്ഷിതമായ വിധത്തില് മറ്റൊരു മേഖലയിലേക്ക് മാറ്റി നിർത്തപ്പെട്ട അവസ്ഥയിലായിരുന്നുവെങ്കിൽ ഈ കുഫാറുകളെ നേരിടാനും അവരെ തറപറ്റിക്കാനും മക്കയെ വിമോചിതമാക്കുവാനും ഒക്കെ ആ സന്ദർഭം തന്നെ രൂപപ്പെട്ടു വരട്ടെ എന്ന നിലക്ക് അള്ളാഹു തീരുമാനിക്കുമായിരുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ആയത്തുകളിൽ അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്. എന്നാൽ അങ്ങനെ സംഭവിക്കാതിരുന്നതിനുള്ള കാരണം അള്ളാഹു വ്യക്തമാക്കി. മക്കയിൽ വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ തന്നെ അത് രഹസ്യമാക്കി വെക്കുന്നവരായിട്ടും വിശ്വാസം വെളിപ്പെടുത്തിയവർ തന്നെ വളരെ വലിയ പീഡനങ്ങൾക്കും ക്രൂരമർദ്ദനങ്ങൾക്കും ഒക്കെ ഇരയായി ഒരു രക്ഷാമാർഗം കാണാതെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലൊക്കെ ആയിട്ട് ധാരാളം പേരുണ്ടായിരുന്നു. അപ്പോ മക്കയെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നേറ്റം നടത്തിയാൽ ഈ കുഫാറുകളോടും മുശ്രിക്കുകളോടും ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകളോടും ഒപ്പം ഈ നിഷ്കളങ്കരായ ദുർബലരായ വിശ്വാസികളും അതിന് ആ സംഘർഷത്തിന്റെ അല്ലെങ്കിൽ ഏറ്റുമുട്ടലിന്റെ ഇരയായി മാറാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഏറ്റുമുട്ടലിന് അള്ളാഹു സാഹചര്യം ഒരുക്കാതിരുന്നത് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള കാര്യം. അതിനെ തുടർന്നാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്വപ്ന ദർശനത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്. ലഖദ് സദഖല്ലാഹു, അള്ളാഹു സത്യസന്ധമായിട്ടാണ് തന്റെ ദൂതനെ ആ ദൃശ്യം കാണിക്കുകയുണ്ടായിട്ടുള്ളത്. അതിൽ യാതൊരു അസത്യവുമില്ല. സത്യധിഷ്ഠിതമായ സത്യപൂർവമായ ഒരു ദൃശ്യം തന്നെയാണ് അള്ളാഹു തന്റെ ദൂതനെ കാണിക്കുകയുണ്ടായത്. ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയ ബിൽ ഹഖ്, അത് സത്യാധിഷ്ഠിതമായിട്ട് തന്നെയാണ്, അത് സത്യമായി പുലരുക തന്നെ ചെയ്യും. ലഖദ് സദഖല്ലാഹു, അള്ളാഹു സത്യ അധിഷ്ഠിതമായിട്ടാണ് അത് കാണിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദൂതനെ റസൂലഹു,
അർ-റുഇയ എന്ന് പറഞ്ഞല്ലോ, അർ-റുഇയ എന്ന് പറഞ്ഞ വിഷൻ എന്നാണ് അർത്ഥം, ആ ഒരു ദർശനം. അപ്പൊ അള്ളാഹു തന്റെ ദൂതനെ കാണിച്ച ദർശനം സത്യാധിഷ്ഠിതമാണ്. അത് ഹഖിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അത് സത്യമായി പുലരുക തന്നെ ചെയ്യും. ഇതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അതിൽ യാതൊരു അവാസ്തവമായിട്ടുള്ള കാര്യവും അടങ്ങിയിട്ടില്ല. അത് ഏത് വിധത്തിലാണ് ആ ദൃശ്യം അള്ളാഹുവിന്റെ ദൂതന് കാണിക്കപ്പെടുകയുണ്ടായത്, ആ വിധത്തിൽ തന്നെ അത് സത്യമായി പുലരും. സത്യാധിഷ്ഠിതമായിട്ടാണ് അള്ളാഹു തന്റെ ദൂതനെ ആ ദൃശ്യം കാണിക്കുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു വിശദീകരണം ആ ഘട്ടത്തിൽ നൽകിയതുണ്ടായിരുന്നു. അതായത് മക്കയിൽ ഉംറ നിർവഹിക്കുന്നതിനായി പുറപ്പെടുന്നതും അങ്ങനെ തവാഫും സഅയും ഒക്കെ ചെയ്യുന്നതുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണുകയുണ്ടായത്. പക്ഷെ അത് ആ വർഷം തന്നെ നിർവഹിക്കപ്പെടും എന്ന വിധത്തില് ആ സ്വപ്നത്തില് കാണുകയുണ്ടായിട്ടില്ല. ഇതാണ് നൽകപ്പെട്ടിരുന്ന വിശദീകരണം. ഖുറൈശികളുമായുള്ള ഹുദൈബിയ ഉടമ്പടിയിൽ അടുത്ത വർഷം വന്ന് മുസ്ലിമീങ്ങൾക്ക് ഉംറ നിർവഹിക്കാവുന്നതാണ് എന്ന അനുമതി ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടായ സ്വപ്ന ദർശനം സത്യാധിഷ്ഠിതം തന്നെയാണ്. ഈ വർഷം ഉംറ നിർവഹിക്കും എന്ന വിധത്തില് ആ സ്വപ്നത്തില് കാണിക്കപ്പെട്ടിട്ടില്ല. ഉംറ നിർവഹിക്കുന്നതായി തവാഫും സഅയും നിർവഹിക്കുന്നതായി ഒക്കെയാണ് കാണാൻ ഇടയായിട്ടുള്ളത്. അത് ചില കാര്യങ്ങള് അതിലേക്ക് പ്രചോദിതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മുന്നിട്ടിറങ്ങി പുറപ്പെടുന്നത് അത് ഈ വിധത്തിലൊക്കെ നിർവഹിക്കപ്പെടണം എന്ന അള്ളാഹുവിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. മുന്നൊരുക്കങ്ങള് യാതൊന്നുമില്ലാതെ അങ്ങനെ വലിയൊരു സംഘത്തെയും നയിച്ചുകൊണ്ട് ഉംറക്ക് പോകേണ്ടി വരിക, അല്ലെങ്കിൽ പോവുക, അങ്ങനെ വഴിയിൽ വെച്ച് അവർ തടയപ്പെടുക, സംഘർഷ സാധ്യതയുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടു വരിക, അങ്ങനെയൊക്കെ സംഭവിച്ച് ആ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കാര്യങ്ങൾ വരും എന്നതാണ് അള്ളാഹു ഇവിടെ നൽകുന്ന വിശദീകരണം. ലഖദ് സദഖല്ലാഹു, അള്ളാഹു സത്യമാക്കിയിരിക്കുന്നു, അത് യാഥാർത്ഥ്യമാക്കി പുലർത്തിയിരിക്കുന്നു. റസൂലഹു റുഇയ, റസൂലിന് തന്റെ ദൂതന് അവൻ കാണിച്ചു കൊടുത്ത റുഇയ, ആ വിഷൻ, ആ ദർശനം, അത് സത്യമായിട്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നു. അത് ബിൽ ഹഖ്, യാഥാർത്ഥ്യാധിഷ്ഠിതമായ ആ ഒരു റുഇയ തന്നെയാണത്. അത് സത്യമായിട്ട് അള്ളാഹു പുലരുവാൻ സാഹചര്യം ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അത് സത്യമാക്കി പുലർത്തി കാണിച്ചു കൊടുത്തിരിക്കുന്നു. അത് വൈകാതെ പ്രയോഗത്തിൽ തന്നെ ആ വിധത്തിൽ യാഥാർത്ഥ്യമായി വരാനിരിക്കുകയാണ്. ആ കാര്യമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹ്, തീർച്ചയായിട്ടും നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ വേണ്ടുകയുണ്ടെങ്കിൽ, അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ മശീഅത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കും. എങ്ങനെയാണ് പ്രവേശിക്കുക? ആമിനീൻ, നിർഭയരായിക്കൊണ്ട്. നേരത്തെ ഹുദൈബിയയിൽ എത്തി വഴി തടയപ്പെട്ടപ്പോൾ ഉണ്ടായ പോലെ ഭയപ്പാട് ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിലല്ല. നിങ്ങൾക്ക് ശരി ഈ കരാറിന്റെ വെളിച്ചത്തിൽ തന്നെ മക്കയിൽ പോയി ഉംറ നിർവഹിക്കാനുള്ള അനുമതിയുള്ള വിധത്തില് നിർഭയരായിക്കൊണ്ട് മക്കയിൽ വന്ന് നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത്. അവിടെ അള്ളാഹു ഇൻഷാ അല്ലാഹ് എന്ന് കൂടി പറയുന്നത് അള്ളാഹു ആണ്. എന്നിട്ട് അള്ളാഹു തന്നെയാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത്. അത് ഒരു അസാധാരണത്വമുള്ള പോലെ നമുക്ക് അനുഭവപ്പെടും. അള്ളാഹു പറയുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും, അതും നിർഭയത്വത്തോടു കൂടി, അമ്നോടുകൂടി പ്രവേശിക്കും. എന്നിട്ട് അതിനോട് ഇൻഷാ അല്ലാഹ് എന്ന് ചേർത്ത് പറയുകയാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ന്.
അപ്പൊ അതില് ഊന്നിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം, ഇത് നടക്കുകയും നടക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഖുറൈശി അക്രമികളെ അവരുടെ വിംസ് ആൻഡ് ഫാൻസീസ് അനുസരിച്ചാണ് എന്ന് നിങ്ങൾ കരുതണ്ട. ഖുറൈശികളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവര് മശീഅത്ത് നടത്തുകയാണെങ്കിൽ അത് നടക്കും, അല്ലെങ്കിൽ നടക്കൂല. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനും കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഉദ്ദേശിച്ചാൽ അത് നടക്കും എന്നൊന്നുമല്ല അള്ളാഹു പറയുന്നത്. ഇതിന്റെ നടക്കുന്നതിനും നടക്കാതിരിക്കുന്നതിനുമുള്ള മാനദണ്ഡം അള്ളാഹുവിന്റെ മശീഅത്താണ്. ഈ വർഷം നിങ്ങൾ ഉംറ നിർവഹിക്കാൻ വേണ്ടി യാത്ര ചെയ്തു, മക്കയുടെ വളരെ അടുത്ത് വരെ എത്തി, എന്നിട്ട് തിരിച്ചു പോവുകയാണ്. അള്ളാഹു ഈ വർഷം നിങ്ങൾ ഉംറ ചെയ്യണം എന്ന് മശീഅത്ത് ആക്കിയിട്ടില്ല. അതാണ് കാരണം. ഈ വർഷം നിങ്ങൾ ഉംറ ചെയ്യണം എന്നത് അള്ളാഹുവിന്റെ ഇച്ഛയിലോ തീരുമാനത്തിലോ ഉദ്ദേശത്തിലോ പെട്ടതല്ല. അടുത്ത വർഷം നിങ്ങൾ വന്ന് ഉംറ നിർവഹിക്കും എന്നത് അള്ളാഹുവിന്റെ മശീഅത്തിൽ പെട്ടതാണ്. അത് ഖുറൈശികൾ അങ്ങനെ തിട്ടൂരം കൽപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സുരക്ഷിതത്വം കരുതി അടുത്ത വർഷം പോകാമെന്ന് വെച്ചത് കൊണ്ടോ അല്ല. അള്ളാഹു യഥാർത്ഥത്തില് നിങ്ങളുടെ കാര്യത്തിൽ ചെയ്തിട്ടുള്ള മശീഅത്ത് നിങ്ങൾ അടുത്ത വർഷം വന്ന് ഉംറ നിർവഹിക്കുക എന്നതാണ്. തീർച്ചയായിട്ടും അള്ളാഹു അവന്റെ ഇച്ഛയുണ്ടെങ്കിൽ, അവന്റെ വേണ്ടുകയുണ്ടെങ്കിൽ നിങ്ങൾ മസ്ജിദുൽ ഹറാമില് വന്ന് പ്രവേശിക്കുക തന്നെ ചെയ്യും. നിർഭയത്വത്തോടുകൂടി നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ വരും. മുഹല്ലിഖീന റൂസക്കും വ മുഖസ്സിരീൻ, നിങ്ങൾ രണ്ട് വ്യത്യസ്തമായ രൂപങ്ങളിലായിട്ട്, ഒന്ന് മുടി പൂർണ്ണമായിട്ട് വടിച്ചു മാറ്റിയ, മുടി മുണ്ടനം ചെയ്ത, തല മുണ്ടനം ചെയ്ത ആളുകളായിക്കൊണ്ടാണ് വരിക. അതുപോലെ വ മുഖസ്സിരീൻ, മുടി ചെറുതായി മുറിച്ചവരായിട്ട്, മുടിയുടെ നീളം കുറച്ചവരായിട്ടുമാണ് വരിക. രണ്ടു വിധത്തിൽ നിങ്ങൾ മസ്ജിദുൽ ഇഹ്റാമിൽ പ്രവേശിക്കും. ഉംറ നിർവഹണത്തെ തുടർന്ന് മസ്ജിദുൽ ഇഹ്റാമിലേക്ക് നിങ്ങൾ ഉംറയുടെ നിബന്ധനകളിൽപ്പെട്ട ഇഹ്റാം എന്നൊക്കെ വിരമിച്ചിട്ട് മുടിയെടുത്ത് ഒക്കെ നിങ്ങൾ മസ്ജിദുൽ ഇഹ്റാമിൽ വരുന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ആ വരുന്നത് നിങ്ങൾ മുഹല്ലഖീനായിട്ടാണ് ഒന്നുകിൽ, അല്ലെങ്കിൽ മുഖസ്സിരീനായിട്ടാണ്. അപ്പോ ഉംറയുടെയോ ഹജ്ജിന്റെയോ ഭാഗമായിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ച ആള് ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്ന ഘട്ടത്തില് മുടി വടിച്ചു കളയുക മുഴുവനായിട്ടും എന്ന ആണുങ്ങൾക്ക് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ തലമുണ്ടനം ചെയ്യുക എന്നത് ഒരു രീതിയാണ് ആ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നതിന്റെ ഭാഗമായിട്ട്. അതേപോലെ തന്നെ അനുവദനീയമായ ഒരു സംഗതിയാണ് മുടിയൊന്ന് ചെറുതാക്കുക എന്നുള്ളത്. സ്ത്രീകളുടെ കാര്യത്തിൽ ചെറുതാക്കൽ മാത്രമേ ഉള്ളൂ. മുടി വടിക്കുക എന്നുള്ളത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല. ആണുങ്ങളുടെ കാര്യത്തില് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത് മുഹല്ലഖീൻ എന്നാണ് ആദ്യം എന്നതിനാൽ അതാണ് കൂടുതൽ പ്രിഫർ ചെയ്യപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അതാണ് 3 വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ അങ്ങനെ അതിന് പ്രിഫറൻസ് നൽകപ്പെട്ട വിധത്തില് ആവർത്തിച്ച് പറയുന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോ മുഹല്ലഖീൻ എന്നത് നിങ്ങൾ മസ്ജിദുൽ ഇഹ്റാമിൽ ഉംറ നിർവഹിച്ച് ഇഹ്റാമിൽ നിന്ന് വിരമിച്ച് മുടിയെടുത്തവരായിക്കൊണ്ട്, തലമുണ്ടനം ചെയ്തവരായിക്കൊണ്ടും, അതുപോലെ മുടി ചെറുതാക്കിയവരായിക്കൊണ്ടും, മുഖസ്സിരീൻ എന്നാണ്. ഖസുറ എന്ന് പറഞ്ഞാൽ ചെറുതാക്കി എന്നാണ് അർത്ഥം. ഖസീർ എന്ന് പറഞ്ഞാൽ ചെറുത് എന്നാണ് അർത്ഥം. മുഹല്ലിഖ് എന്ന് പറഞ്ഞാല് മുടിയെടുത്തവൻ എന്നാണ്. ആരുടെ മുടിയാണോ എടുത്തിട്ടുള്ളത്, മുണ്ടനം ചെയ്തിട്ടുള്ളത്, ആരുടെ ശിരസാണോ അയാളാണ് മുഹല്ലിഖ്. ഈ പണി ചെയ്യുന്ന ആളെയാണ് ഹല്ലാഖ് എന്ന് പറയാ അറബിയിൽ. ഹല്ലാഖ്, ചുരകൻ, അല്ലെങ്കിൽ മുടിയെടുക്കുന്നവൻ, മുടി വടിക്കുന്നവൻ എന്നൊക്കെ പറയുന്ന ആ സംഗതി. അത് ഒരാള് സ്വന്തം മുടി എടുക്കുകയാണെങ്കിൽ ഹാലിഖ് എന്നേ പറയുള്ളൂ. മറ്റൊരാളുടെ മുടി എടുക്കുന്ന, അത് ജോലിയായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഹല്ലാഖ്. സവാഖ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രയോഗമാണ്. അപ്പൊ മുഹല്ലിഖ് ആയിട്ട് അല്ലെങ്കിൽ മുഖസ്സിർ ആയിട്ട്, മുഖസ്സിർ എന്ന് പറഞ്ഞാൽ മുടി ചെറുതാക്കിയവൻ, മുഹല്ലിഖ് എന്ന് പറഞ്ഞാൽ മുടി വടിച്ചവൻ.
തലമുണ്ടനം ചെയ്ത ആള്. അപ്പൊ അങ്ങനെ രണ്ടു വിധത്തിലായിട്ട് നിങ്ങൾ മസ്ജിദുൽ ഇഹ്റാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ മശീഅത്തുണ്ടെങ്കിൽ, ഖുറൈശികളുടെ ഇച്ഛയുണ്ടെങ്കിൽ നല്ല, അല്ലെങ്കിൽ ഈ ഉംറക്ക് പോകുന്ന ആളുകൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത് കൊണ്ട് എന്നുമല്ല. ആളുകൾ കഴിഞ്ഞ വർഷം തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് തന്നെ ഉദ്ദേശിച്ച സംഗതി അവർക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടേ സാധിക്കുന്നുള്ളൂല്ലോ. ഖുറൈശികള് ഒരു കാലത്തും അവരെ അനുവദിക്കാൻ ഇഷ്ടപ്പെടുന്നവരും അങ്ങനെ മശീയത്തുള്ളവരും അല്ല. നിർബന്ധിതമായിട്ടൊരു കരാറിൽ ഏർപ്പെടേണ്ടി വന്നത് കൊണ്ട് ആ കരാറിന്റെ നിബന്ധനയിൽ അതുകൂടി ഉൾപ്പെടുത്തപ്പെട്ടതാണ്. അപ്പൊ അവരുടെ ഒന്നും മശീയത്തല്ല ഇത്. ഇത് അള്ളാഹുവിന്റെ മശീയത്താണ്, അള്ളാഹുവിന്റെ ഇച്ഛയാണ്. ലാ തഖാഫൂൻ, നിങ്ങൾ ആരെയും ഭയപ്പെടുന്നവരായിട്ടല്ല വരിക. ഒരു ഭയപ്പാടുമില്ലാതെ നിർഭയത്വത്തോടു കൂടിയാണ് നിങ്ങൾക്ക് ആ ഘട്ടത്തിൽ മസ്ജിദുൽ ഇഹ്റാമിലേക്ക് മുഹല്ലിഖുകളായിട്ടും മുഖസ്സിറുകളായിട്ടും പ്രവേശിക്കാൻ സാധിക്കുക. ഫഅലിമ മാ ലം തഅലമൂ, നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ അള്ളാഹു ഇത് സംബന്ധമായിട്ട് അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അറിവിൽ പെട്ടതാണ് ചില കാര്യങ്ങൾ, ഇതിനോടനുബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് നിങ്ങൾക്കറിയില്ല. എന്ന് പറഞ്ഞാൽ മക്കയില് കുഫാറുകളുടെ ശക്തി പൂർണ്ണമായും ക്ഷയിച്ചതായും അവര് ഏത് നിമിഷവും അവരുടെ അധികാര കേന്ദ്രങ്ങളെയും നിയന്ത്രണങ്ങളെയും ഒക്കെ കൈവിട്ട് കീഴടങ്ങാൻ സാധ്യതയും സാഹചര്യവും ഒക്കെ ഒരുങ്ങി വന്നിട്ടുള്ളതായും ഒക്കെ അള്ളാഹു കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കത് അത്രത്തോളം മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങൾ അഹിസാബ് യുദ്ധത്തിനെ തുടർന്ന് അതിന്റെ ഇമ്പാക്ട് മക്ക കീഴടങ്ങുന്നതോളം ഒക്കെ ആകും എന്നൊന്നും കണക്കുകൂട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അഹിസാബ് യുദ്ധത്തിന്റെ അതില് ഏറ്റുവാങ്ങിയ ഖുറൈശികൾ ഏറ്റുവാങ്ങിയ പരാജയം, അതിനെ തുടർന്ന് എപ്പോ വേണമെങ്കിലും മക്ക കീഴ്പ്പെടും എന്ന അവസ്ഥയിൽ അവര് മാനസികമായും സൈനികമായിട്ടും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഹുദൈബിയയില് ആ ഘട്ടത്തിൽ തടഞ്ഞു നിർത്തപ്പെട്ടപ്പോ മുസ്ലിങ്ങളൊന്ന് മനസ്സ് വെച്ച് മുന്നേറിയിരുന്നെങ്കിൽ മക്ക അന്ന് തന്നെ കീഴ്പ്പെടുമായിരുന്നു. പക്ഷെ അള്ളാഹു അത് വേണ്ടെന്ന് വെച്ചത് അള്ളാഹുവിന് ചില നല്ല ഉദ്ദേശങ്ങൾ ഉള്ളത് കൊണ്ടായിരുന്നു എന്നിവിടെ പറഞ്ഞല്ലോ. സത്യവിശ്വാസികളോട് കാരുണ്യം കാണിക്കാൻ മക്കയിലെ വിശ്വാസം രഹസ്യമായി കൊണ്ട് നടന്നിരുന്ന കുറെ ദുർബലരായ ആളുകളുണ്ട് അവിടെ. അവരോടുള്ള കാരുണ്യം കാരണമായിട്ടാണ് അള്ളാഹു അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാതിരുന്നത് എന്ന് പറഞ്ഞല്ലോ അവിടെ. അപ്പോ വൈകാതെ തന്നെ മക്ക കീഴ്പ്പെടും. മക്കയിലെ അധികാര നിയന്ത്രണങ്ങളൊക്കെ തന്നെയും ഈ കുഫാറുകളും മുശ്രിക്കുകളും ഒക്കെ കൈയൊഴിയേണ്ടി വരികയും ചെയ്യും എന്ന കാര്യമൊക്കെ അള്ളാഹുവിന് അറിയാം. അതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫഅലിമ മാ ലം തഅലമൂ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില കാര്യങ്ങൾ അള്ളാഹുവിന് അറിയുമായിരുന്നു. ഫജഅല മിൻ ദൂനി ദാലിക ഫത്ഹൻ ഖരീബ, അപ്പോ അതിന്റെ മുന്നേ ആയി തന്നെ അവൻ നിങ്ങൾക്ക് വളരെ സമീപസ്ഥമായ ഒരു വിജയം നൽകിയിരിക്കുകയാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അറിയുന്ന ഒരു വലിയ വിജയം വരാനുണ്ട്. നിങ്ങൾക്കത് അറിയില്ല. മക്ക വൈകാതെ തന്നെ കീഴ്പ്പെടും, നിങ്ങൾ മക്കയെ കീഴ്പ്പെടുത്തും എന്ന കാര്യം അള്ളാഹുവിനറിയാം. ഇപ്പോ നിങ്ങൾ ഉംറ നിർവഹിക്കുന്നത് നിർഭയത്വത്തോടു കൂടിയാണ് ഉംറ നിർവഹിക്കാൻ നിങ്ങൾക്ക് സാഹചര്യം ഒരുങ്ങുന്നത്. പക്ഷെ അത് നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ, അതിന്റെ മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഉടനെയുള്ള ഒരു വിജയം അള്ളാഹു നൽകിയിരിക്കുകയാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഹുദൈബിയ സന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയതും അതിനെ തുടർന്നുള്ള നടപടികളും ഒക്കെ ഏറ്റവും വലിയ, ഏറ്റവും വ്യക്തമായ ഒരു വിജയമായിട്ടാണല്ലോ സൂറത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുകയുണ്ടായത്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്നാണ് സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. നാം നിനക്ക് ഒരു തെളിഞ്ഞ വിജയം, ഒരു വ്യക്തതയുള്ള വിജയം തന്നെ തന്നിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഫത്ഹ്, ഖരീബായ, വളരെ ഉടനെ തന്നെയുള്ള, വളരെ സമീപസ്ഥമായിട്ട് തന്നെ ഉണ്ടായ ഒരു വിജയം
നിങ്ങൾക്ക് ആ വലിയ സംഭവ വികാസങ്ങൾക്ക് മുമ്പായി തന്നെ നൽകിയിരിക്കുകയാണ്. മക്കയിൽ നിർഭയരായിക്കൊണ്ട് ഉംറ നിർവഹിക്കാൻ വേണ്ടി മസ്ജിദുൽ ഹറാമിൽ നിങ്ങൾ പ്രവേശിക്കും. മുഹല്ലിഖുകളായിട്ടും മുഖസ്സിറുകളായിട്ടും ഒക്കെ നിങ്ങൾ അവിടെ കയറി ഇറങ്ങും എന്ന് അള്ളാഹു പറഞ്ഞ ഒരു കാര്യം അത് യാഥാർത്ഥ്യമായി പുലരാനിരിക്കുന്നു. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാത്തത് അള്ളാഹു അറിയുന്നു എന്നതിനാൽ അവൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന കാര്യം വരാനിരിക്കുന്നു. പക്ഷെ അതിന്റെ മുമ്പായി തന്നെ നിങ്ങൾക്ക് ഈ വളരെ അടുത്ത ഉടനെ തന്നെയുള്ള ഒരു വിജയം അള്ളാഹു നൽകിയിരിക്കുകയാണ്. ഫജഅല മിൻ ദൂനി ദാലിക ഫത്ഹൻ ഖരീബ. ആ വരാനിരിക്കുന്ന അള്ളാഹുവിന്റെ ജ്ഞാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അത് കാരണമായിട്ടാണ് നിർഭയരായിട്ട് നിങ്ങളെ അള്ളാഹു മസ്ജിദുൽ ഹറാമിലേക്ക് ഒക്കെ എത്തിച്ചിട്ടുള്ളത്. അതിന്റെ പൂർത്തീകരണം ഉണ്ടാവാൻ വേണ്ടിയാണ്. അപ്പോ അത് സംഭവിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ അടുത്ത ഉടനെ തന്നെ സമീപസ്ഥമായിട്ട് തന്നെ നിങ്ങൾക്കൊരു വിജയം നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോ അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ള ഹുദൈബിയയിൽ എത്തിക്കൊണ്ട് അവിടുന്ന് വഴിത്തിരുളുവാനും തുടർന്നുണ്ടായ സന്ധിയും ഒക്കെ കാരണമായി നിങ്ങൾക്ക് കരഗതമായിട്ടുള്ള വിജയമുണ്ടല്ലോ. ആ ഒരു വിജയം തൽക്കാലം ഒരു ടോക്കൺ ഓഫ് എ സക്സസ് എന്നുള്ള നിലക്ക്, ഒരു വിക്ടറിയുടെ ഒരു അടയാളപ്പെടുത്തല്, ഒരു തുടക്കമിടല് എന്നൊക്കെയുള്ള നിലക്ക് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, ബാക്കി വരാനിരിക്കുകയാണ് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോ ഇന്ന് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത് സൂറത്തുൽ ഫത്ഹിലെ 27-ാമത്തെ ആയത്താണ്. ഈ സൂറത്തിൽ 2 ആയത്തുകൾ കൂടിയാണ് അവശേഷിക്കുന്നത്. നമുക്ക് 1-2 ദിവസങ്ങൾക്കുള്ളിലായിട്ട് ഈ സൂറത്തിന്റെ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.